വർത്താനം കേട്ടാ വിചാരിക്കും സാദിഖലി ശിഹാബ് ഇങ്ങനെ ഐക്യം പറയുന്നുണ്ട്. മൂപ്പര ഐക്യം മറ്റേ പാട്ട് നായിന്റെ വാലും അല്ലേ അപ്പൊ CAC വിഷയത്തിലൊക്കെ എന്ന് തീരുമാനമാവും? അപ്പൊ മൂപ്പരെ കാത്തിക്കണ്ട, അതിന് മൂപ്പരിങ്ങനെ മറ്റേ ഇവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഐക്യം വേണം എന്ന് പറയുന്നതല്ലാതെ അതിങ്ങനെ വട്ടം കയറുക, ആണ്ട് ചായയും കുടിച്ചാണ്ട് പിരിയുക, ആണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാം 15 ദിവസം കൊണ്ട് ഞാൻ ഇപ്പം റെഡിയാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ രാജിച്ചു തരും. പിന്നെ മൂപ്പരെന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാം ഒരു സെനറ്റ് കൂടി, മൂപ്പര പ്രസിഡന്റ് മൂപ്പരെന്നെ കൂടിയാണ്ട് പറയാണ് ഓലങ്ങോട്ട് തീരുമാനിച്ചാണ്. അങ്ങനെയുണ്ട് ഈ ഇതൊക്കെ മുന്നിൽ നിർത്തിയത് ഐക്യാവും? വാക്കിന് സ്ഥിരതയില്ലാത്തവർക്ക് എത്ത് ഐക്യോ? ആളെന്നെ പിന്നെ വേദി കിട്ടുമ്പം പറയും സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, വാപ്പിനെ ഇപ്പോഴും സമസ്ത തന്നെയാണ് നോക്കുന്നത്. അത് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സമസ്തന്റെ കൂടെ തന്നെയാണ് ഈ മഹാനുള്ളത്. അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, ഹൈദരലി ശിഹാബ് കാലം വരെ. അതിപ്പോൾ തൽക്കാലം ഞങ്ങളെല്ലാവരും കൂടി കുറ്റി ഞങ്ങളതൊക്കെ ഒരു മൂലക്കലിട്ടുകണ്, ഞങ്ങൾക്ക് ആ പണിയില്ല. അത് നിങ്ങൾ ഇനി സജറാന്ന് പറഞ്ഞാലും മരക്കുറ്റി എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഏത് കുറ്റി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിഷയമല്ല. അസ്സലാമു അലൈക്കും. ഇവിടെ എന്താ വിഷയം? നമ്മളെ നേതാക്കന്മാർ അന്നത്തെ തീരുമാനം എന്താണ്? അത് ശരിയാണ്, അത് ശരിയാണ്. ഷംസുൽ ഉലമ എടുത്ത തീരുമാനം ശരിയാണ്. മൂപ്പരെ വഫാത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നു. മൂപ്പർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് നിന്ന KT മാനൂൻ മുസ്ലിയാർ, അതുപോലെ CKM സാദിഖ് മുസ്ലിയാർ, MM മുഹിയുദ്ദീൻ മുസ്ലിയാർ, അവരൊക്കെ പരസ്യമായി കരിമല്ലി വെള്ളിയാഴ്ച രാവിലും ജനങ്ങളെ മുമ്പിലൊക്കെ വെച്ചിട്ട് മരണപ്പെടുന്നു. പിന്നെ ഇപ്പം എന്താ നമുക്കൊരു സംശയം? ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടോ ഇല്ലേ? അത് പലതിലും ഉണ്ടാകുമല്ലോ. അത് നോക്കിക്കൊണ്ട് നമ്മൾ ഈ തീരുമാനം ഷംസുൽ എടുത്തത് തെറ്റായിരുന്നു, ഷംസുൽ അന്ന് രാഷ്ട്രീയ സ്വാധീനത്തിൽ വീണു പോയതാണ്, അങ്ങനെയൊന്നും പറയേണ്ടതില്ല. പിന്നെ സമസ്ത ഒരു വിശുദ്ധ സംഘടന, തങ്ങൾ എപ്പോഴും പറച്ചിലില്ലേ വിശുദ്ധ സംഘടന എന്നുള്ളത്. ആ വിശുദ്ധ സംഘടനയ്ക്ക് അതാത് കാലത്ത് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ആളുകൾ അതിൻ്റെ തലപ്പത്തേക്ക് അള്ളാഹു എത്തിക്കും. അതിന് ചില വഴികളുണ്ടാവും. ആ വഴികൾ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ എത്താൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. ഇത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശം മൂപ്പരെന്ന് പറഞ്ഞ വാക്കെന്താണ്? നമ്മളെ കൂടുതൽ വരക്കൽ മുല്ലക്കോഴതങ്ങൾ ഉള്ളപ്പോൾ ഞാൻ ആ സ്ഥാനത്തേക്കില്ല, തങ്ങൾ പ്രസിഡന്റ് ആവട്ടെ എന്നാണ്. 89-ലുണ്ടായ പിന്നെ ഒരു വലിയൊരു വിഷയം എന്താണ് ചർച്ച? ശിഹാബ് തങ്ങളുടെ കരങ്ങൾക്ക് മാത്രമേ ബർക്കത്തുള്ളൂ എന്നുള്ള ചോദ്യമാണ്. അവിടെ ഷംസുൽ ശിഹാബുകൾക്ക് ബർക്കത്തുണ്ടെന്നുള്ളതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇതിനൊക്കെ ഒരു വഴികളുണ്ട്. അന്ന് പാങ്ങിൽ ഉസ്താദ് എടുത്ത നിലപാട് ഷംസുൽ ആവർത്തിച്ചു. അപ്പോൾ ഇതിനൊരു വഴിയുണ്ട്. ഇത് രൂപീകരിച്ച ആളുകളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതുള്ള ആളുകൾക്ക് ഇതിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർ വരും, കയറിപ്പോകും, അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയൊക്കെ ചെയ്യും. ഇനിയും പോകാൻ ഇപ്പോൾ സാലിം ഫൈസി പറയില്ല എന്നാൾ പലതും പോകുന്നുള്ളൂ. അതുപോലെ ഇനിയും പോകാൻ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരവരെ വഴിക്ക് അങ്ങനെ ഇറങ്ങിപ്പോവും. സമസ്തയിൽ നിൽക്കാനും തൗഫീഖുള്ള ആളുകൾ അതിൽ നിൽക്കും, അവരെടുക്കും പോകില്ല. അവർക്ക് അതിൻ്റെ നേതാക്കന്മാരൊരു നോട്ടം ഇതൊക്കെ ഉണ്ടാവും അവർക്ക്. പിന്നെ ഇപ്പോ ഷംസുൽ ഉലമാക്ക് എന്നല്ല, ഈ പറഞ്ഞ KT മാനൂൻ മുസ്ലിയാർ, കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ, എല്ലാ ആളുകളും അന്നും ഇന്നും അന്നൊക്കെ മരിക്കുന്നത് വരെ ഓലെ എതിർത്തും ചെയ്തിരുന്ന ഓലൊക്കെ ഓടിച്ചാടി ഐക്യത്തിന് വേണ്ടി. ഇപ്പോൾ വേണ്ട ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണല്ലോ അന്ന് ഈ വിഷയത്തിൽ ഒന്നിടപെട്ടത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഇത് നന്നാക്കാൻ വേണ്ടി ഓടണം തിരക്കയിലെ. ഇത് നന്നാക്കണം, KS ഹംസനോട് കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പര് രമ്യതയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോത്തിന് പിന്നെ എന്താ സംഭവിച്ച്, അത് ആരെട്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം അതൊന്നും പറയണ്ട. അങ്ങനെ ലാസ്റ്റ് മൂപ്പര് സ്വന്തം ഇഷ്ടത്തിന് എപ്പിക്കാരെ പരിപാടി പങ്കെടുക്കാൻ പോയപ്പോൾ ആരെന്നെ മൂപ്പരെ കൊണ്ട് തടുപ്പിച്ചതെന്നും എല്ലാവർക്കും തിരിയും. പക്ഷെ പേര് SKSFന്റെ തലയിൽ ഇട്ടുകൊടുത്തതെന്നുള്ളൂ. അപ്പം അതൊക്കെയാണ് ഇവിടെ നടന്നത്. അതൊന്നും ഇപ്പോൾ പറയണ്ട. അപ്പം ഓൽക്കൊക്കെ നന്നാകണം എന്ന് തന്നെയാണ്, നന്നാക്കണം. അല്ലാഞ്ഞാൽ ഞങ്ങൾക്ക് നാളെ അവിടെ പോയാൽ സുഖം പൂർത്തി കിട്ടൂല എന്ന് ഓൽക്കറിയാം. എല്ലാവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ കാലഘട്ടം. അപ്പം നന്നാക്കാൻ തന്നെ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ. മാത്രമല്ല JP വിഭാഗത്തിനെ പുറത്താക്കിയിട്ട് സംസ്ഥാനം ഈ കാലഘട്ടം വരെ 6 ഒഴിവുകൾ, അതുപോലെ ആ 6 ആളുകൾ മരിക്കുന്നത് വരെ ഒഴിവുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. 89-ല് അവരെ പിരിച്ചു വിട്ടിരുന്നെങ്കിലും ആ 6 ഒഴിവുകൾ നിരത്തിയാതെ ഇങ്ങനെ വെച്ച് കുറേ കഴിഞ്ഞ് പിന്നെ ഓരോ ആളുകൾ മരിക്കുന്നതനുസരിച്ച് അവർക്ക് പകരക്കാരെ വേറെ മാറ്റി. ആ 6 ആളുകളെ കാത്തു നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓർക്ക് തിരിച്ചു പോരാം, അതന്നെ. അപ്പോൾ ഇവർക്ക് അത് പോരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമല്ലേ?
അമീദ് വൈസി പറഞ്ഞതുണ്ട്, പി ഇങ്ങോട്ട് പറഞ്ഞതുണ്ട്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞതിലുണ്ട്, ഇങ്ങോട്ട് കുത്തിയലുണ്ട്, കുറെ മരിച്ചോലുണ്ട്, അതൊക്കെ ഓക്കെ തന്നെയാണ്. ഇതൊക്കെ ഇവിടെ അറിയാം. നമ്മള് എന്താ ചെയ്തത്? നമ്മള് ഈ മുടി വിഷയത്തില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറഞ്ഞോളി എന്ന് പറഞ്ഞോലുണ്ടല്ലോ അവിടെ. ആ പറഞ്ഞോലോട് എന്താ പറഞ്ഞ, ഞങ്ങൾ നിർത്തിച്ചീന്നാ. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി രമ്യതയിലേക്ക് വന്നപ്പോ പിന്നെ ആരൊക്കെ മുണ്ടിയോ? ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടണ നിങ്ങൾ കണ്ടുക്കണോ? അപ്പൊ ജനങ്ങളൊക്കെ മാറി ചിന്തിക്കുന്നുണ്ട്. ഓൽക്കൊക്കെ അത് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ട്. ഇങ്ങനൊക്കെ സംഭവിച്ചു, ആയിക്കോട്ടെ, അത് തിരുത്താം. ഇപ്പൊ പല പിക്കാരായിട്ട് നമ്മളൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ഓല് അതൊക്കെ കഴിഞ്ഞ കാലല്ലേ, അതൊക്കെ സാരില്ല, പോട്ടെ. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിലും ഉദ്ഘാടനം ഇതൊക്കെ കണ്ടില്ലേ, കെട്ടിപ്പിടിച്ചാണ്ടൊക്കെ അല്ലേ ഉദ്ഘാടനം ചെയ്യണത്. അതൊക്കെ എന്തുകൊണ്ടാ? നേതാക്കന്മാര് ഉസാറായ അണികളൊക്കെ പൊരുത്തപ്പെട്ട് ഒഴിവായാണ്ട് പോവും. അതൊക്കെ വെറുതെ പറയാണ് കൊയക്ക. അതിനൊക്കെ തീരുമാനമാവും. ആ പറഞ്ഞതൊക്കെ തിരുത്താൻ എല്ലാവരും തയ്യാറാകേണ്ടി. ഇതിങ്ങനെ ഐക്യം ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഒക്കെപ്പാടെ ഐക്യായി ആരെങ്ങളോട് പറഞ്ഞത്? അതിനൊക്കെ കുറച്ച് ഫോർമലും കാര്യങ്ങളും അതൊക്കെ തിരുത്തേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുത്തേണ്ടതൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിന്റെ ബാക്കിൽ വരും. ഇതുവരെ പറഞ്ഞത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് കഴിഞ്ഞീന്ന്. പിന്നെ അത് കുത്തിപ്പൊക്കി മണപ്പിച്ചാലല്ല നമ്മളെ പണീന്ന്. പൊന്നാര കോയാക്ക. ഇപ്പം ബല ഭരണവും ബല കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകണ്ടല്ലോ. ട്രൗസർ ഊരാൻ പോയ സാജിന്റെ അവസ്ഥയിലെ ചോദിക്കാൻ മോഡിനെ പറ്റി ഞങ്ങളൊന്നും പറയില്ല. അതിങ്ങനെ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോകും. ഞങ്ങൾക്ക് ഭരണം ഇല്ലാഞ്ഞാൽ ഞങ്ങൾ പലേതും വിളിച്ചു തരും, ഞങ്ങൾക്ക് ചന്നിയാവും. അത് നടപ്പ്. ഞങ്ങൾ ഭരണം കിട്ടിയാൽ പിന്നെ ഞങ്ങള് മാർക്സിസ്റ്റ് പാർട്ടിനെയും കാട്ടി ഉഷാറാണ്. ഞങ്ങളൊന്നും ചെയ്യൊന്നുമില്ല. ഞങ്ങൾക്ക് അതൊക്കെ പരിധി ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് സീറ്റ് പറയാൻ പാടില്ല, സമരം പറയാൻ പാടില്ല. അതിങ്ങനെ പറഞ്ഞിങ്ങനെ ഉത്തരക്കുക. അപ്പൊ ഇതാണ് വില കഥ. ഇവലൊക്കെ സമുദായത്തിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സമുദായത്തിന് മൂലക്കെല്ലാണ്ട് ചെയ്ത് തരും അല്ലെ കൂടി. PMC വിഷയത്തില് മുസ്ലിം ലീഗിന് സംസ്ഥാന സമിതി ഇവിടെ കൂടിയല്ലോ. എന്താ പറഞ്ഞത്? അതിനെ ശക്തമായി എതിർത്തിക്കുക. ഇവര് വന്നിട്ട് പറയാട് CPM ആണ് ഒപ്പിട്ട്. CPM ഒപ്പിട്ടാലില്ലെങ്കിലും ഞമ്മക്ക് എതിർപ്പ്, നമ്മൾ എതിർപ്പ് പറയണ്ടേ? അപ്പൊ തെറ്റുകൾക്ക് അന്തങ്ങളില്ല. അന്തമില്ലാത്ത മണ്ടന്മാരറ്റുകള്. ഈ തൊപ്പി വെച്ച നാസർ വൈസി കൂടത്തായി ഉണ്ടല്ലോ, ആദ്യം സമസ്ത എടുത്ത തീരുമാനത്തില് ഒരു നിലപാടെടുക്കാൻ പറയും. അത് സമസ്തനൊപ്പം നിന്നിട്ട് പറയാം. ഇപ്പൊ കാന്തപുരം ഇറ്റുകളും എന്താ വ്യത്യാസം? സമസ്ത എടുത്ത CIC വിഷയത്തിൽ നിലപാടില്ല എന്ന് പറയുന്ന ഇയാളും, കാന്തപുരം അന്ന് ശംസുലമ്മ എടുത്ത നിലപാട് ശരിയായില്ല എന്ന് പറഞ്ഞാണ്ട് പോയ അയാളും എന്താണ് നിലപാട്? എന്താ വ്യത്യാസം? ഇത് തേങ്ങയാണ് കോയാക്ക ഇതിൽ വ്യത്യാസമുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാണ്. അവിടെ പറയാണ് ഓല് ശംസുലമ്മ തെറ്റിന്ന് പറഞ്ഞു. ശംസുലമ്മക്ക് തെറ്റിന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞു. ബാഹ്യ ശക്തികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് അയാൾക്കും അറിയാം, മുസ്ലിം ലീഗിന്റെ ആളുകൾക്കും അറിയാം. ഇത് സത്യത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പിളർന്ന മാതിരി തന്നെയുള്ളത്. ഇപ്പോഴും ഗതി എന്താ? സമസ്ത തീരുമാനം എടുക്കുക, അവിടെ മുസ്ലിം ലീഗുകാർ വന്നാണ്ട് കളിപ്പിക്കുക. അപ്പൊ പേരെന്തായി? അതല്ല, അത് അന്ന് അമീദ് പൈസ ഉണ്ടാക്കിയാര് എന്നാ പറഞ്ഞ മാതിരി ആയിക്കണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവൂലേ? അതന്നെയല്ലേ ഇപ്പൊ നടന്നിട്ടുണ്ടാവുക.